ഹലോ എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ് അല്ലേ? ഇവിടെ ഒന്നും ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങി. എവിടെയാ? അയ്യോ 2 മണിയാവണു. ഞങ്ങൾക്കിന്ന് 2 വർക്ക്. അപ്പോൾ നമുക്കിന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ശ്വേത കുഞ്ഞുമാണ്, നല്ല അമ്മലുണ്ട്. അമലിനെ ആരൊക്കെയോ അമലിൽ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, അവനിപ്പോൾ റൂമിൽ എത്തിയിട്ടുള്ള സമയം 2 മണി. അപ്പം അവര് ഈ സമയമാവും വരുമ്പോൾ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ അമലിനെ കാണാറുള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ, ബാക്കി വിശേഷം കാണിച്ചത്. പക്ഷേ പോട്ടെ, ശരിക്ക് 3 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ശരി നടക്കുന്നുണ്ട്. അപ്പം അവളുടെ വിശേഷം അവള് കാണിച്ചു തരും. ഞങ്ങൾ എന്തായാലും പോട്ടെ. പോകാച്ചി ബാ. ഞങ്ങള് ഇച്ചും ഉറങ്ങണ്. ഇവിടെ ഏൽപ്പിക്കാനാ ജോളി കണ്ടാ ഏൽപ്പിക്കാൻ. നിജേച്ചിന്റെ കൂടെ. നിജു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പോട്ടെ. പോവാൻ നേർച്ചലാവും. ഞങ്ങൾ പോട്ടെ തൽക്കാലം. ആകെ പുകയുള്ള ദേവലോകത്തോ നമ്മള് നല്ല പുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രൈഡ് അല്ലേ, ദേവിക ട്രിവാൻഡ്രാണ്. നമ്മളെ തന്നെ വേണമെന്നുള്ള ആഗ്രഹത്തില് അങ്ങനെ നമ്മൾ വന്നു. അപ്പൊ നമ്മൾ ഇനി ലെൻസൊക്കെ വെച്ച് കൊടുത്തു. സ്റ്റാർട്ട് ചെയ്യല്ലോ, അപ്പം തുടങ്ങാം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അങ്ങനെ ദേവികയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സിഗ്നേച്ചർ മേക്കപ്പ് തന്നെയാണ് ചെയ്തത്, സട്ടിലായിട്ട് തന്നെയാണ്. അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് ഫേസ് ഇപ്പൊ കണ്ടപ്പോ? ഇപ്പൊ കണ്ടപ്പോ ഇങ്ങനെ കുറച്ച് കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളിതിന് സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? നമുക്ക് സാരി ഡ്രിപ്പ് ചെയ്യാം. നല്ലൊരു റെഡും മഫ് വെച്ചൊക്കെയാ. പിന്നെ സാരി ഡ്രിപ്പിങ്ങിന് നമുക്ക് വരണം. നമ്മൾ മൊത്തത്തോടെ വട്ടാണ് വാഷ്റൂം ഡ്രിപ്പിട്ട് ഞങ്ങൾ എന്നിട്ട് ഡ്രിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ കേട്ടോ. അങ്ങനെ ആ ദേവികയുടെ സാരി ഡ്രിപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല റെഡും അതുപോലെ ക്രീമും കോമ്പിനേഷനുള്ള ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരി ആയിരുന്നു കേട്ടോ. ഈസി ആയിരുന്നു നമുക്ക് ഉടുപ്പിക്കാനായിട്ട്. ദേവികയുടെ ബ്രൈഡ് അത്ര നമ്മുടെ ബ്രൈഡ് ദേവികയുടെ നല്ല ഷോർട്ട് ഹെയർ ആട്ടാ. നമ്മളിപ്പോൾ നീളം വെപ്പിക്കും അല്ലേ? നിറഞ്ഞ് നീളം വെക്കും നമ്മുടെ മുടി. ഹെയർ സ്റ്റൈൽ ചെയ്യാല്ലേ നമുക്ക്? ചുട്ടി റെഡി. നീ എന്ത് മിണ്ടാത്തേ? നമുക്കെന്താ വയ്യേ? നമ്മുടെ നെയിൽ ആർട്ടിസ്റ്റാണ് ഗാച്ചി. എന്താണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാർണിഷ്യത്തിൻ്റെ ഫ്ലവർ ആട്ടോ, റിയൽ ഫ്ലവറാ, ഡബിൾ ഷെയ്ഡ് ജിപ്സം വെച്ചിട്ട് അങ്ങനെ ചെറിയൊരു വേണി. പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തു. ഫുൾ ബാക്കാണ്. ഹാപ്പി? ഇപ്പൊ ഹാപ്പി ആയില്ലേ? നേരത്തെ കണ്ട പോലെ അല്ലല്ലോ. അങ്ങനെ നമ്മുടെ ദേവികയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു. തിരിഞ്ഞ മുടി കാണിച്ചു കൊടുത്ത ഒരു പ്രാവശ്യം കൂടെ. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇങ്ങനെ തിരിഞ്ഞോ. ഇത് നമ്മൾ സെക്കൻഡ് ലുക്കിന് വീണ്ടും വരും. അപ്പൊ ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഓക്കെ ആയില്ലേ? യെസ്. കണ്ടാ ശരിക്കും ഉണ്ടാ അറിയാം, നമുക്ക് സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങള് സെക്കൻഡ് ലുക്ക് ഓടി വരാം കേട്ടാ. പൈസ എന്തോ മുടിയൊക്കെ കൊള്ളാം. ആന്റിക്കും ഇഷ്ടപ്പെട്ടു അല്ല ആന്റി? അതും വെക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈല് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ലുക്കിന് വരാം കേട്ടോ. അപ്പൊ തൽക്കാലം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വർക്ക് കഴിഞ്ഞു. എൻ്റെ ഉണ്ട് ഇതില്. ഞങ്ങളിനി സെക്കൻഡ് വർക്കിന് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോട്ടെ. അതിന് മുന്നേ നമുക്ക് ശ്വേതയുടെ വർക്ക് എന്തായാലും കണ്ടിട്ട് വരാം കേട്ടോ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. അയ്യോ എന്തൊരു സൗമ്യമായി സംസാരം. നമ്മുടെ ബ്രൈഡ് അഞ്ജന ചേച്ചി വന്നിട്ടുണ്ട്. അഞ്ജന ചേച്ചി തക്കടു സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ലെൻസൊക്കെ വെച്ചു, അധികം കാണുന്നില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കുറേ പേര് ചോദിക്കുന്നുണ്ട് മേക്കപ്പിൻ്റെ ഫുൾ പ്രോസസ്സ് കാണിക്കുമെന്ന്. നമുക്കൊരു 3 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. അതങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാൻ പോസിബിൾ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇത് ഓർണമെൻറ്റ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടിക്കാനായിട്ട്. നല്ല റെഡ് കളർ സാരി ആയിരുന്നു കേട്ടോ. അതുപോലെ ചെറിയൊരു ഗ്രീൻ ബോർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഗ്രീൻ കളറിൽ വെച്ചിട്ടാണ് ബ്ലൗസിൽ വർക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ബൺ സ്റ്റൈലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ബ്ലൗസിൻ്റെ വർക്ക് കാണില്ലല്ലോ. അപ്പോൾ ഹെയർ സ്റ്റൈലും ബാക്ക് നെക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ദാ നമ്മുടെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ബാക്കിൽ ഫുൾ ആ ഗ്രീൻ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ വർക്കാണ്. പിന്നെ നമ്മൾ ആ ത്രെഡൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കും കേട്ടോ ബാക്കിലേക്ക്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് റെഡിയായി. ബ്രൈഡ് വെയിറ്റ് ചെയ്യാണ്, കാരണം അമ്മയ്ക്കും ചേച്ചിക്കും റെഡി ആവാനുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഓർണമെൻറ്റ് സെറ്റിങ്ങും വളയൊക്കെ ഇടിയിച്ച് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് ആൾ റെഡി ആയിട്ടുണ്ട്. കല്യാണ പെണ്ണ് തെറ്റപ്പോ ഇതാണ് ബ്രൈഡിന്റെ അമ്മയാണ് കേട്ടോ. ആന്റി ഹായ് പറയൂ. ആന്റി കഴിഞ്ഞിട്ടില്ല, ഫേസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, സാരി എടുത്ത് കഴിഞ്ഞുണ്ട്. അയ്യോ അഭിപ്രായം ചോദിച്ചില്ല, എങ്ങനെയുണ്ട് മോളെ കാണാൻ? ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. ഇയാള് ചോദിച്ചില്ല എങ്ങനെയുണ്ട്, നല്ല ഇഷ്ടം. അതെ അതെ, ഒന്നും ചെയ്യാറില്ല, എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കണേ. ഇഷ്ടായില്ലേ ചേച്ചി? ഉഴിച്ചാ എങ്ങനെയുണ്ട് അനിയത്തിനാണ് ചേച്ചിനും? ഇനി റിസപ്ഷനെ കാണാല്ലേ നമുക്ക്. റിസപ്ഷൻ ഇനി വേറെ ലുക്കില്. ചേച്ചി എന്താ ഡ്രസ്? ലെഹങ്ക അല്ലേ? എന്താ എവിടെ സുന്ദരിയാ? ഓ അങ്ങനെ 3 സുന്ദരികൾ റെഡി ആയില്ലേ? അമ്മ മക്കളൊന്നും പറയില്ല, സന്തൂർ മമ്മിയാ. അപ്പൊങ്കി പോണ്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? 3 സാരി ഒക്കെ എടുത്ത് ആയി. എന്ത് രസം കാണാൻ തന്നെ. ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് റിസപ്ഷൻ കാണാം. ആന്റി ഉണ്ടാവില്ല അവിടെ? റിസപ്ഷൻ കാണാം. ബൈ ബൈ. ആ ചേച്ചിനി പിന്നെ ടാറ്റാ, റിസപ്ഷന് കാണാട്ടാ. ബൈ ബൈ. പൊക്കോ പൊക്കോ. ഇനി ഞങ്ങളുടെ വർക്കാണ് കേട്ടോ. രാവിലത്തെ ദേവികയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വർക്കിന് പോവാം. ക്രിസ്ത്യൻ ബ്രൈഡാണ്, നമ്മുടെ ടിൽവിയാണ് കേട്ടോ. അപ്പോൾ ടിൽവിയുടെ വീട്ടിൽ പോവാണ്. നല്ല ഇഡ്ഡലി സന്തോഷമായി എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി ദേവദൂതിലെ പോലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവും. ടിൽവിയുടെ ഫിക്സേഷൻ, ബെട്രോത്തൽ, അതുപോലെ വെഡ്ഡിങ് ഇതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത്. ബെട്രോത്തലിന് നമ്മൾ 1 ലെയർ സാരി ആയിരുന്നു. ഒരു സ്മോക്കി ഐസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തു. വെഡ്ഡിങ്ങിന് നമ്മൾ കുറച്ചും കൂടി സെറ്റിലായിട്ട് ചെയ്യുന്നത്. സ്മോക്കി ഐസ് ഒന്നുമല്ല, ന്യൂഡായിട്ടുള്ള ചെറിയൊരു പിങ്ക് ലിപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ദാ ടിൽവിയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ ഈ പിങ്ക് ഓക്കെ ആയിരുന്നു, പിങ്ക് അല്ല റോസ് ഓക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ വൈറ്റ് ഗൗൺ ഇട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്തൊരു ഫീൽ തോന്നിയതുകൊണ്ട് ഞങ്ങളത് കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിക്ക് കഴിഞ്ഞിട്ടെങ്കിലോ? നമ്മുടെ ടിൽവിയുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചി ഹെയർ ക്രിമ്പ് ചെയ്തായിരുന്നു. ഗാച്ചി സൈഡായി. ചേച്ചിണ്ടല്ലോ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത് ഏറ്റിരിക്കുക കള്ളി. ഇപ്പം എന്താ നല്ലോട്ടിട്ടിരിക്കണല്ലേ? ഇല്ല ഇല്ല മാറ്റില്ല മാറ്റില്ല. അവൾക്ക് ഉറക്കം വരിക അത്ര. ഗാച്ചി കുറെ പേര് ചോദിച്ചു ഗാച്ചിന് ഹെയർ കട്ട് ആയിരുന്നു. ഗാച്ചിന് ഹെയർ കട്ടാണ് യു കട്ട്. ജസ്റ്റ് യു കട്ട് ചെയ്തിട്ടുള്ളൂ. 2 ദിവസം മുന്നേ ഫ്രണ്ടില് ഞാൻ കുറച്ച് ഫ്രിഞ്ചസ് പോലെ എന്തൊക്കെയോ വെറുതെ കട്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ചില ബ്രൈഡ്സായിട്ട് കണക്ട് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പം മേ ബി 1-2 വർക്കൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അവരായിട്ട് കമ്പനി ആവുക. ചില ബ്രൈഡ്സൊക്കെ പെട്ടെന്ന് കമ്പനി ആവട്ടെ നമ്മുടെ അടുത്ത്. അപ്പം അതുപോലൊരു ബ്രൈഡാണ് ടിൽവിയ. നമ്മൾ ചെന്നോട്ടേ ഭയങ്കര കമ്പനി ആയിരുന്നു. ഫാമിലി ആണെങ്കിലും അമ്മ, ചേട്ടൻ, ചേച്ചിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. തന്നെ വർക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു ടിൽവിയുടെ കൂടെ. ടിൽവിയുടെ മന്ത്രം കൂടി ചേഞ്ച് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമുക്കൊന്ന് ഓൾറെഡി ഒരു റിസപ്ഷൻ മേക്കപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ മന്ത്രം കൂടി ചേഞ്ച് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ടിൽവിയയ്ക്ക് വേറൊരാൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത് മന്ത്രം കൂടി ചേഞ്ച് ചെയ്യാൻ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വീട്ടിൽ പോവാ. ചൂടാ വാ സിജിച്ചി അടുത്ത ആന്റി പോട്ടെ. കണ്ട ഞങ്ങളുടെ ആന്റി വീണ്ടും സുന്ദരി മണിയായി. പോട്ടെ നിങ്ങൾ മാച്ചാണല്ലോ. മാച്ച് ഗാച്ചി പോരുണ്ട് അവിടൊക്കെ അല്ലേ?
അതെ ടിൽവിക്ക് പകരം കാച്ചി ഇവിടെ നിക്കട്ടെ. അപ്പൊ ശരി കാച്ചി പോട്ടെട്ടാ. കിറ്റ് തായോ നീ. അപ്പൊ ആന്റി പോട്ടെ താറ്റാ. അപ്പൊ കാണാട്ടാ. ഓ പിന്നെന്താ ഞങ്ങൾ ശോഭയിൽ വരുമ്പോ ആന്റിയുടെ അതെ ആന്റിയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. എനിക്ക് എന്നോട് കുറെ പേര് സ്കിന്നിൽ എന്താ പറ്റിയെന്ന്. അലർജി ഒന്നും അല്ല കേട്ടോ, ഇതൊന്നും ഹോർമോണൽ ഇൻബാലൻസ് ആയിട്ട് വന്ന സാധനമാണ്. അപ്പോ ഞാനിത് ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് ഗൈസ്. ശരി നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പൊ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പൊ കുറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ടിൽവിയുടെ മേക്കപ്പും കഴിഞ്ഞതാ നമ്മൾ ഗുരുവായൂർ വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ നമ്മുടെ ബ്രൈഡ് കറക്റ്റ് ടൈമിൽ വന്ന സമയം തന്നെയായിരുന്നു കേട്ടോ. വന്നത് അവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിൽ മുന്നേ അവർ വരും. അതുപോലെ നമ്മുടെ 1-2 സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും വന്ന് സംസാരിച്ചു. അങ്ങനെ നമ്മൾ റൂമിൽ വെയിറ്റ് ചെയ്തിട്ട് അവിടേക്ക് നമ്മുടെ ദേവിക വന്നു കേട്ടോ സാരി ചേഞ്ച് ചെയ്യാനായിട്ട്. സെക്കൻഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് സാരി ആയിരുന്നു. പിന്നെ ഒരു തേർഡ് സാരി ഉണ്ടായിരുന്നു. നമ്മളത് ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഫസ്റ്റ് ലുക്ക് നമ്മൾ കണ്ണൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ലുക്ക് ആയപ്പോൾ ചെറുതായിട്ട് കണ്ണെഴുതി കൊടുത്തു. അതുപോലെ ലിപ് ഷെയ്ഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് ലുക്ക് ഹെയർ സ്റ്റൈലൊന്നും മാറ്റിയില്ല കേട്ടോ. ഇഷ്ടമായില്ലേ 2 ലുക്കും? ഹാപ്പി? തിരിഞ്ഞേ മുടി കാണിച്ചെടുത്ത്. ഇങ്ങോട്ട് തിരിഞ്ഞ് പൊളിക്കണ സൗണ്ടൊക്കെ. ഹാപ്പി? ജോളി നീ പോവാ? ടാറ്റാ. അടുത്ത ആന്റണി വരും. നീ ചേച്ചി പോവാ? ടാറ്റാ. ഞങ്ങളെത്തി. ശ്വേതനെ എടുക്കുന്നു പോകുന്നു. ഇതാണ് എന്റെ പരിപാടി. എനിക്ക് വേറെ ഒന്നിനും നേരില്ല. ശ്വേതേ നീ എവിടെയാ? മാമനെ കാണാനോടെ നിങ്ങള്. മാമാ ഇച്ചുമ്മ ഇട്ടിട്ടുണ്ട് കേട്ടാ. കുഞ്ഞുമാളുവോ അവിടെ? ദേ കുഞ്ഞമ്മ രണ്ടാളും കണ്ട ട്വിന്നിങ് ആറ്റ്. കുഞ്ഞമ്മ എങ്ക സമയമില്ല. പൂവാട്ടാ പോയിട്ട് വരാട്ടാ. റിസപ്ഷൻ മേക്കപ്പിനും കൂടെ പോയി വന്നിട്ട് കാണാട്ടാ. പൂവാ സമയമില്ല. അതേ പിള്ളേരെ കണ്ടു. അടുത്ത വർക്കിനും പോട്ടെ. നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. സമയമില്ല. കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിയാ 1:45 എത്തിയതേ. 2 കറങ്ങണമല്ലേ കാച്ചേ. പൂവാ കിച്ചൊക്കെ എടുത്ത് പോവാൻ പറ്റേ. കുഞ്ഞി അങ്ങനെ വർക്കിന് പോകാൻ ഗ്രൗണ്ടിൽ കയറിയപ്പോഴാണ് ഇതാ ഈ ഒരു സംഭവമാണ് ഇത് കണ്ടത്. ഇതുപോലെ ചെറിയൊരു കാറ് റേസിങ്ങിൻ്റെ അന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടാ റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യണേ. അത് വെച്ചിട്ട് ഭയങ്കര ഡ്രിഫ്റ്റിങ് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആരോ റേസ് ചെയ്യാന്നാ. പക്ഷെ ഒരു കുഞ്ഞു കാറാ അത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഇങ്ങനെ കറക്കി ആകെ പൊടിയൊക്കെ പറത്തി രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ട ഓപ്പറേറ്റർ ദിശേട്ടൻ ആളുതേ ഇച്ചിരി ഉള്ളത്. വർക്കിന് പോകുന്നു. ശരിക്കും ടയേർഡാ. അയ്യോ ഞാൻ നേരെ വന്ന് ശ്വേതനെ പിക്ക് ചെയ്യുന്നു പോകുന്നു. പോട്ടെ ആന്റണി ഡോർ തുറക്കില്ല. ആന്റണിക്ക് ഡോർ തുറക്കുന്ന ഇഷ്ടമല്ല. ആന്റണി പോവാം. ബൈ. ജോണിൽ ഞങ്ങൾ ഇറക്കി. ജോണിക്ക് വേറെ ഓട്ടം തോന്നുന്നു. അപ്പം ആന്റണിയാണ് ഞങ്ങളുടെ ഇന്നത്തെ സാരഥി. പോട്ടെട്ടാ. വർക്കുള്ള ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയുക വീട്ടിലിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലഞ്ചായിട്ട് തന്നെ വാങ്ങി കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ വല്ല കട്ട്ലേറ്റോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഫുഡ്. അപ്പോൾ ഞങ്ങൾ അമ്പലൂർ എത്തിയപ്പം ശ്വേതയും കാച്ചിയും കൂടെ ബേക്കറിയിൽ കയറിയിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു. അതൊക്കെ കാറിലിരുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് എത്തിയത്. എന്തോ കിട്ടി. ഹായ് എന്നിട്ട് നീ കാണിക്കുന്നു ചേതേ എന്തൊക്കെയോ ഓ ഗാലക്സി. ശ്വേത എന്താ ചെയ്യണേ? ഞാൻ കട്ടില്ല. നല്ല വിശക്കുണ്ട്. എന്റെ മെയിൻസാണ് ഞാൻ വന്നിട്ടുണ്ട്.
ഇന്നത്തപ്പം സെമിറ്റേജ് ഉണ്ടാക്കി അടിപൊളിയായിട്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാറിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം. അങ്ങനെ നമ്മൾ അഞ്ജനയുടെ വീട്ടിലെത്തിയിട്ടോ റിസപ്ഷൻ മേക്കപ്പിനായിട്ട് ഓൺ ടൈം വരെ നമ്മളെത്തി. പറഞ്ഞതിൽ നേരത്തെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. കുറച്ചധികം സമയം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്യാനായിട്ട്. കാരണം ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വീട്ടിൽ കയറി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ കറക്റ്റായിരുന്നു ടൈമിംഗ് ഒക്കെ. അങ്ങനെ ശ്വേത സ്കിൻ പ്രെപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അഞ്ജനയുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലെഹങ്ക ആയിരുന്നു, അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ ഒരു മാറ്റ് ലിപ്പായിരുന്നു, ഇപ്രാവശ്യം നമ്മളൊരു ഗ്ലോസി ലിപ്പാണ് കൊടുത്തത്. അങ്ങനെ നമ്മുടെ അഞ്ജനയുടെ റിസപ്ഷൻ ലുക്കും കഴിഞ്ഞിട്ടുണ്ട്. കാണുന്നത് ഹെവി ആയിട്ടുള്ള ഒരു മാല കമ്മലൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, ഫ്രീ ഹെയർ ആണ്. ഫ്രീ ഹെയർ ആകുമ്പോൾ അത് കാറ്റടിക്കുക കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരിക്കുള്ള ഹെയർ കേഴ്സ് പതുക്കെ ലൂസാവും. എപ്പോഴും അതിങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കണം എന്നില്ല. നമ്മൾ അത്യാവശ്യം സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത്രയും ലാസ്റ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ തൊട്ടുള്ള നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ആൻ്റണി ഉണ്ട്, ശ്വേതയുണ്ട്, ഗാച്ചിയുണ്ട്, ഞാനുണ്ട്. ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. പിന്നെ വീട്ടിലെത്തി ഫ്രഷായി ഒരൊറ്റ ഉറക്കമായിരുന്നു. പിന്നെ എപ്പോഴും എനിക്കും എന്താണെന്ന് ഓർമ്മയുണ്ടായില്ല, കാരണം പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ ആണ്, അതും കൂടെ അപ്ലോഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.